Hi friends, I welcome you all to my YouTube channel Edu M Square. Quantitative Aptitude ആവറേജ് എന്ന ടോപ്പിക്കിലെ പാർട്ട് 1, പാർട്ട് 2 രണ്ട് ക്ലാസ്സുകൾ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് പാർട്ട് 3യിൽ നമ്മൾ റീപ്ലേസിംഗ് വിഭാഗത്തിൽപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പലപ്പോഴും പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, അതായത് ഒരു സംഘ ആളുകളിൽ നിന്ന് ഒരാളെ മാറ്റി അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് പുതിയൊരാളെ ചേർക്കുന്നു. അപ്പോൾ അയാളുടെ ഭാരത്തിലോ അല്ലെങ്കിൽ പ്രായത്തിലോ സംഭവിക്കുന്ന വ്യത്യാസം എത്ര, അതുപോലെ തന്നെ ശരാശരിയിൽ സംഭവിക്കുന്ന വ്യത്യാസം എത്ര, ഇതുപോലുള്ള ചോദ്യങ്ങളെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടിപ്പ് 1 മുതൽ തുടർച്ചയായ n ക്യൂബുകളുടെ തുക കാണുന്നതിനുള്ള സൂത്രവാക്യവും അതുപോലെ തന്നെ അവയുടെ ശരാശരി കാണുന്നതിനുള്ള ഫോർമുലയുമാണ്. അപ്പോൾ 1 മുതൽ തുടർച്ചയായ n ക്യൂബുകളുടെ തുക കാണാനുള്ള ഒരു സൂത്രവാക്യമാണ് n × n+1 ഡിവൈഡഡ് ബൈ 2 ദി ഹോൾ സ്ക്വയർ. ഒരിക്കൽ കൂടി പറയാം, n × n+1 ഡിവൈഡഡ് ബൈ 2 ദി ഹോൾ സ്ക്വയർ. നമുക്കറിയാം n × n+1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മുതൽ തുടർച്ചയായ nl സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള സൂത്രവാക്യമാണ് n × n+1 ഡിവൈഡഡ് ബൈ 2. ഇതിൻ്റെ ഒരു ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് എന്തായി മാറി? 1 മുതൽ തുടർച്ചയായ ക്യൂബുകളുടെ n ക്യൂബുകളുടെ തുക കാണുന്നതിനുള്ള സൂത്രവാക്യമായിട്ട് മാറും. അപ്പോൾ പഠിക്കാൻ വളരെ സിമ്പിളാണ്. ഇനി എന്താണ് ക്യൂബ് സംഖ്യകൾ? നമുക്കറിയാമല്ലോ, 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ് എക്സെട്ര. അതായത് ഒന്നിൻ്റെ ക്യൂബ് എത്രയാണ്? 1 ക്യൂബ് ഈസ് ഈക്വൽ ടു 1 ഇറ്റ് സെൽഫ്. 2 ക്യൂബ് 2 × 2 × 2 that is 8. So then 3 cube 3 × 3 × 3 that is 27. 4 cube like that 64. 5 cube 125. So the numbers 1, 8, 27, 64, 125 etc. ഇത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ക്യൂബ് സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഖ്യകളുടെ തുടർച്ചയായ 1 മുതൽ തുടർച്ചയായ n ക്യൂബുകളുടെ തുക കാണുന്നതിനുള്ള ഒരു സൂത്രവാക്യമാണ് n × n+1 ഡിവൈഡഡ് ബൈ 2 ദി ഹോൾ സ്ക്വയർ. വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സൂത്രവാക്യമാണ്. ഓർക്കുക, n × n+1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് തുടർച്ചയായ 1 മുതൽ തുടർച്ചയായ n സംഖ്യകളുടെ nl സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള സൂത്രവാക്യമാണ്. ഇനി 1 മുതൽ തുടർച്ചയായ n ക്യൂബുകളുടെ ശരാശരി കാണുന്നതിനുള്ള സൂത്രവാക്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്കറിയാം, ശരാശരി കാണുന്നതിന് ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ നമ്പർ മീൻസ് ആ തുകയെ നമ്മൾ എത്ര സംഖ്യകളുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ തുക എന്ന് പറയുന്നത് n × n+1 ഡിവൈഡഡ് ബൈ 2 ദി ഹോൾ സ്ക്വയർ. ഇതിനെ നമ്മൾ n കൊണ്ട്, n സംഖ്യകളാണുള്ളത്, സോ n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ടു ഗെറ്റ് ദി ആവറേജ്. അപ്പോൾ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിലെ 1n താഴെ ഡിനോമിനേറ്ററുള്ള 1n ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരുന്നത് n ബാക്കി ഈ സ്ക്വയർ എല്ലാം അവിടെ ഉണ്ടാവും. n × n+1 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ ഓർ 4. സോ ശരാശരി 1 മുതൽ തുടർച്ചയായ n ക്യൂബുകളുടെ ശരാശരി കാണുന്നതിനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് n × n+1 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അവയുടെ തുക എന്ന് പറയുന്നത് n × n+1 ഡിവൈഡഡ് ബൈ 2 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് 1 മുതൽ തുടർച്ചയായ n ക്യൂബ് സംഖ്യകളുടെ തുകയും അതേപോലെ ശരാശരിയും കാണുന്നതിനുള്ള സൂത്രവാക്യം. ഓർത്തിരിക്കുക, വളരെ സിമ്പിളായിട്ട് നമുക്ക് അവയുടെ തുകയും ശരാശരിയും കാണാൻ പറ്റും ഇവ ഓർത്തിരുന്നാൽ. ഓക്കെ, ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 7 പേരുള്ള ഒരു സംഘത്തിൽ നിന്ന് 70 കിലോ ഭാരമുള്ള ഒരാൾ പോയ ശേഷം പുതുതായി ഒരാൾ വന്നപ്പോൾ ശരാശരി 2 വർദ്ധിക്കുകയും ചെയ്തു. എന്നാൽ പുതുതായി വന്ന ആളിൻ്റെ ഭാരം എത്ര? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്.
എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? 7 പേരുള്ള ഒരു സംഘം. ഈ സംഘത്തിൽ നിന്ന് ഒരാൾ പോയി 70 കിലോ ഭാരമുള്ള ഒരാൾ പോയി പുതിയതായി ഒരാൾ സംഘത്തിൽ ചേരുകയാണ്. ഇങ്ങനെ പുതിയ ആൾ സംഘത്തിൽ ചേർന്നപ്പോൾ സംഘത്തിൻ്റെ ശരാശരി വെയിറ്റ് എന്ന് പറയുന്നത് 2 വർദ്ധിച്ചു. എങ്കിൽ ഈ വന്ന ആളിൻ്റെ ഭാരം എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ സിമ്പിളാണ്. ഈ സംഘത്തിൻ്റെ ശരാശരിയിൽ വന്ന ചേഞ്ച് 2 കിലോ വർധനവാണ്. അപ്പോൾ ടോട്ടൽ ഭാരത്തിൽ എത്ര വർധനവ് വന്നിട്ടുണ്ടാകും? 7 പേരാണ്, ശരാശരിയിൽ 2 വർധനവ് വന്നു. അപ്പോൾ ഇവിടെ ടോട്ടൽ വന്ന വർധനവ് എന്ന് പറയുന്നത് 7 × 2 ആയിരിക്കും. സോ 14 കിലോഗ്രാം ടോട്ടൽ ഭാരത്തിൽ വർധന വന്നു അല്ലേ? 7 പേരുടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ 7 × അവരുടെ ആവറേജ് എത്രയാണോ അതായിരിക്കും. അപ്പോൾ ആ ആവറേജിൽ 2 കിലോഗ്രാം വർധനവ് വന്നപ്പോൾ ടോട്ടൽ വെയിറ്റിൽ വന്ന വർധനവ് 7 × 2, സോ 14 കിലോഗ്രാം. ഈ 14 കിലോഗ്രാം വർധനവ് വരാൻ കാരണം ഈ പുതുതായി വന്ന ആളാണ്. അപ്പോൾ ആ 14 കിലോഗ്രാമും പുതുതായി വന്ന ആളെ വെയിറ്റ് ആയിരിക്കും വർധനവ്. പിന്നെ ആ പോയ ആളിൻ്റെ ഭാരവും ചേർക്കണം. ഓക്കെ, സോ വർധനവ് ഇവിടെ വർധനവ് എന്ന് പറയുന്നത് എത്രയാണ്? 7 പേരാണ്, ആവറേജിൽ 2 കിലോഗ്രാം വർദ്ധിച്ചു. സോ ടോട്ടൽ വർധനവ് എന്ന് പറയുന്നത് 14 കിലോഗ്രാം. ഓക്കെ, വെരി സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ യെസ്, പോയ ആളിൻ്റെ ഭാരം എന്ന് പറയുന്നത് 70 കിലോഗ്രാം. സോ പുതുതായി വന്ന ആളുടെ ഭാരം എന്ന് പറയുന്നത് 70 + this 14 കിലോഗ്രാം. സോ പുതിയ ആളുടെ ഭാരം that 70 + 14 കിലോഗ്രാം. സോ 84 കിലോഗ്രാം. യെസ്, ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ വേണമെങ്കിൽ ഒരു ഫോർമുല നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു സംഘത്തിൽ നിന്ന് ഒരാൾ പോവുകയും പുതുതായി ഒരാൾ വരികയും ചെയ്യും. ഒരു സംഘത്തിൽ നിന്ന് ഒരാൾ പോവുകയും പുതുതായി ഒരാൾ വരികയും ചെയ്യുന്നു. എന്നാൽ വന്നു ചേർന്ന ആളുടെ ഭാരം അല്ലെങ്കിൽ പ്രായം എന്ന് പറയുന്നത് പോയ ആളുടെ ഭാരം പ്ലസ് ആളുകളുടെ എണ്ണം ഇൻറ്റു ശരാശരിയിൽ വന്ന വ്യത്യാസം. ഓക്കെ, അതാണ് ഇവിടെയും പുതിയ ആളുടെ ഭാരം എന്ന് പറയുന്നത് എന്താണ്? പോയ ആളിൻ്റെ ഭാരം, ദാറ്റ് ഈസ് 70 കിലോഗ്രാം പ്ലസ് ദെൻ ആളുകളുടെ എണ്ണം 7 ഇൻറ്റു ശരാശരിയിൽ വന്ന വ്യത്യാസം, ദാറ്റ് ഈസ് ശരാശരിയിൽ വന്ന വ്യത്യാസം എത്രയാണ്? 2. സോ ഈ ശരാശരിയിൽ വന്ന വ്യത്യാസം ഇൻറ്റു ആളുകളുടെ എണ്ണം, ദാറ്റ് ഈസ് 14 kg പ്ലസ് പോയ ആളുടെ ഭാരം പിന്നെ ആഡ് ചെയ്താൽ നമുക്ക് ഈ പുതുതായി വന്ന ആളിൻ്റെ ഭാരം കിട്ടും. ഇതാണ് ഇതിന് കാണുന്ന ഫോർമുല, ഓർത്തിരിക്കുക. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് ശരാശരിയിൽ വന്ന വ്യത്യാസം നമ്മൾ കാണുന്നു, അത് വർധനവാണ്. ആ വർധനവ് ഒക്കെയും ആർക്ക് ക്രെഡിറ്റഡ് ആണ്? യെസ്, പുതുതായി വന്ന ആൾക്ക്. അപ്പോൾ പുതുതായി വന്ന ആളുടെ ഭാരത്തിലേക്ക് ചേർക്കാനുള്ളതാണ് ആ വർധനവും പ്ലസ് പോയ ആളുടെ ഭാരവും. ഓക്കെ, വെരി സിമ്പിൾ. ലെറ്റ് us check the next question now. ഒരു സ്കൂളിലെ 25 അധ്യാപകരുടെ ശരാശരി വയസ്സ് 50 ആണ്. എന്നാൽ 56 വയസ്സായ 3 അധ്യാപകർ വിരമിച്ചു. പകരം 28, 29, 31 വയസ്സുള്ള 3 അധ്യാപകർ വന്നു. എങ്കിൽ ഇപ്പോഴത്തെ ശരാശരി വയസ്സ് എത്ര? അതായത് ഒരു സ്കൂളിലെ 25 അധ്യാപകരുടെ കൂട്ടത്തിൽ നിന്ന് 3 അധ്യാപകർ റിട്ടയർഡായി. ഈ 25 അധ്യാപകരുടെ ശരാശരി വയസ്സെന്ന് പറയുന്നത് 50 ആണ്. ആവറേജ് ഓഫ് ദിസ് 25 ടീച്ചേഴ്സ് ഏജ് ഈസ് 50 ഇയേഴ്സ്. അതിൽ നിന്നാണ് ഈ 3 അധ്യാപകർ, അവരുടെ വയസ്സ് എത്രയാണ്? 56. 56 ഇയേഴ്സ് ഏജുള്ള 3 അധ്യാപകർ വിരമിച്ചു. പകരം പുതിയ 3 അധ്യാപകർ വരുന്നു. ഇവരുടെ ഏജസ് എന്ന് പറയുന്നത് 28, 29 ആൻഡ് 31. അങ്ങനെയെങ്കിൽ പുതിയ ഇപ്പോഴത്തെ ശരാശരി വയസ്സ്. അപ്പം നമുക്ക് ഇവിടെ ആദ്യത്തെ 25 അധ്യാപകർ ഓൾഡ് അല്ലേ, ഫസ്റ്റ് 25 അധ്യാപകരുടെ ശരാശരി വയസ്സ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ടോട്ടൽ വയസ്സ്, സം ഓഫ് ദി ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 25 ×
this 50. So which is equal to 1250. Okay, 1250. ഇനി ഇതിൽ നിന്ന് 3 അധ്യാപകർ വിരമിച്ചു. അപ്പോൾ ബാക്കി അവിടെ 22 ടീച്ചേഴ്സ് ആണുള്ളത്. ഈ 22 ടീച്ചേഴ്സിൻ്റെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതായത് ദിസ് വി ഹാവ് ഈ 1250 നിന്ന് നമ്മൾ ആ 3 അധ്യാപകരുടെ ഏജിൻ്റെ സമ്മ് മൈനസ് ചെയ്യണം. സോ ഇറ്റ് ഈസ് 1250 മൈനസ് ദെൻ 56 ഏജസ് ഉള്ള 3 അധ്യാപകരാണ് വിരമിച്ചത്. അപ്പോൾ ദാറ്റ് ഈസ് their sum is 3 into 56, 168. So this is 2, then 14. So it is 1082. That is ഈ 22 അധ്യാപകരുടെ ഏജ്, ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് 1082 ആണ്. ഇനി പകരം 3 അധ്യാപകർ വന്നു അല്ലേ? ഇവരുടെ വയസ്സെന്ന് പറയുന്നത് അഗെയിൻ 3 അധ്യാപകർ വന്നപ്പോൾ ടോട്ടൽ ഏജ് എത്രയായി മാറി? ദിസ് പ്ലസ് 28 പ്ലസ് 29 പ്ലസ് 31. ദിസ് ഇസ് ഈക്വൽ ടു 60, 88. സോ ടോട്ടൽ 8 പ്ലസ് 188. So this is 0, 16, 70, 1170. ഇതാണ് ഇപ്പോഴത്തെ ന്യൂ 25 ടീച്ചേഴ്സിൻ്റെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ഏജ് ഓഫ് ദിസ് ന്യൂ 25 ടീച്ചേഴ്സ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ശരാശരി എന്തായിരിക്കും? We have to divide this by 25. Okay, so average is equal to this divided by 25, which is equal to 46.8. Okay, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോട്ടൽ ഏജ് കാണുന്നു, പിന്നെ 3 ടീച്ചേഴ്സിൻ്റെ ഏജ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടൽ ഏജ് 22 ടീച്ചേഴ്സിൻ്റെ ടോട്ടൽ ഏജ് ആണ് 1082. അതിനോടുകൂടി ന്യൂ 3 ടീച്ചേഴ്സിൻ്റെ ഏജസ് ആഡ് ചെയ്യുന്നു. സോ അഗെയിൻ ഇറ്റ് ബിക്കംസ് 1170. പിന്നീട് നമ്മൾ അവരുടെ പുതിയ ശരാശരി കാണുന്നതിന് വേണ്ടി അഗെയിൻ വി ഡിവൈഡ് ദിസ് ന്യൂ സം ബൈ 25. സോ 46.8 ഇയേഴ്സ് ആണ് ഇപ്പോഴത്തെ ആ 25 അധ്യാപകരുടെ വയസ്സിൻ്റെ ശരാശരി എന്ന് പറയുന്നത്, സിമ്പിളായി. ഓക്കെ, ലെറ്റ് us check the next question now. After replacing an old member by a new member, it was found that the average age of 5 members of a club is the same as it was 3 years ago. What is the difference between the ages of the replaced and the new member? Look here. ഇവിടെ ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ, ഈ ക്ലബിൽ നിന്നും ഒരു മെമ്പറെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, ഒരു ഓൾഡ് മെമ്പർ റീപ്ലേസ് ചെയ്ത് ഒരു പുതിയ മെമ്പറെ വെക്കുകയാണ്. ഇങ്ങനെ ഒരു പുതിയ മെമ്പറെ കൊണ്ടുവരുന്നതോടുകൂടി ആ 5 മെമ്പേഴ്സിൻ്റെ ഏജസിൻ്റെ ശരാശരി എന്ന് പറയുന്നത് അവരുടെ 3 years ago അവരുടെ ശരാശരി എത്രയായിരുന്നോ അതിന് ഈക്വൽ ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ന്യൂ മെമ്പറും റീപ്ലേസ്ഡ് വണ്ണും തമ്മിലുള്ള ഏജസ് റീപ്ലേസ് ഡിഫറൻസ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് ദി റീപ്ലേസ്, ആ ന്യൂ മെമ്പറും ആ റീപ്ലേസ്ഡ് മെമ്പറും തമ്മിലുള്ള ഏജസിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ 3 years എഗോക്ക് ഈക്വൽ ആകുന്നു എന്ന് പറയുന്ന ആ ഒരൊറ്റ പിന്നെ വേർഡാണ് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരൊറ്റ കാര്യം നമുക്ക് ഇവിടെ മനസ്സിലാവാനുള്ളൂ. 3 years എഗോ ഈക്വൽ ആകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഇറ്റ് മീൻസ് ദാറ്റ് അവരുടെ ശരാശരിയിൽ 3 കുറവ് വരികയാണ്. യെസ്, ഓക്കെ, 3 കുറവ് വരികയാണ്. യെസ്, ഓക്കെ, അതാണ് അവിടെ ഓർക്കേണ്ട ഒരു വിഷയം. യെസ്, സോ അവരുടെ ശരാശരിയിൽ സംഭവിക്കുന്ന ആ ഒരു വ്യത്യാസം, ആ ശരാശരിയിൽ സംഭവിക്കുന്ന വ്യത്യാസമായിരിക്കും ഈ പുതിയ മെമ്പറിൻ്റെയും അതേപോലെ പഴയ മെമ്പറിൻ്റെയും ഏജസിലുള്ള വ്യത്യാസം. കാരണം ആ പുതിയ മെമ്പറുടെ ഏജ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? യെസ്, പഴയ മെമ്പറുടെ ഏജിനോട് കൂടെ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻറ്റു ദ ഡിഫറൻസ് ഇൻ ദി
ആവറേജ് ഇത് നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ആ വ്യത്യാസം കാണുന്നതിന് നമുക്ക് ആ പഴയ മെമ്പറുടെ ഏജ് ആഡ് ചെയ്യേണ്ട എത്രയാണോ ആ ശരാശരിയിലുള്ള വ്യത്യാസം അതിനെ നമ്പർ ഓഫ് മെമ്പേഴ്സിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് മെമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം കിട്ടും, ഏജസ് തമ്മിലുള്ള വ്യത്യാസം കിട്ടും. ഓക്കെ, സോ ദ ഡിഫറൻസ് is yes, how many members are there? 5. Then averages വന്ന വ്യത്യാസം എത്രയാണ്? 3 അല്ലേ? So this is equal to 15. So ഇവർ തമ്മിൽ 15 ഇയേഴ്സിൻ്റെ വ്യത്യാസമുണ്ട് ഏജസിൽ. 15 ഇയേഴ്സ് ന്യൂ മെമ്പർക്ക് കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? കുറവായിരിക്കും അല്ലേ? കാരണം എന്താണ്? 3 ഇയേഴ്സ് എഗോയ്ക്ക് ഈക്വൽ ആവുകയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആവറേജിൽ 3 കുറവ് വരികയാണ്. അപ്പോൾ ടോട്ടൽ 15 കുറവ് വരികയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ വയസ്സ് ആണ് കുറയുന്നത്. ഓക്കെ, സോ വെരി സിമ്പിളായിട്ട് നമുക്കിത് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു റീപ്ലേസിങ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ചോദിക്കുക. അപ്പം 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇനിയും ധാരാളം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും ഇനി ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള ക്വസ്റ്റ്യൻസും ഒരു പക്ഷേ നിങ്ങൾ കണ്ടിരിക്കും. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യണം. കാരണം ഒരുപാട് PSC എക്സാമും അതേപോലെ SSC എക്സാമൊക്കെ വരുന്നുണ്ട്. എല്ലാ എക്സാമിനും വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് ആവറേജ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആവറേജ്. അതിലുള്ള എല്ലാ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ ഷുവറായിട്ട് നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ പാർട്ട് 4 നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻക്ലൂഡിങ് ഓർ എക്സ്ക്ലൂഡിങ് എന്ന് പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ആഫ്റ്റർ വാച്ചിങ് ദിസ് യു ഹാവ് ടു വാച്ച് ദ നെക്സ്റ്റ് വീഡിയോ ഓൾസോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.